നെഞ്ചു പൊട്ടുന്ന ദൃശ്യങ്ങളാണ് കുട്ടമ്പുഴയിൽ നിന്നും വരുന്നത്. ആന കൊലപ്പെടുത്തിയ എൽദോസിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ അമ്മയുടെയും സഹോദരിയുമൊക്കെ വിലപിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. താങ്ങാനാകുന്നില്ല. അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് ആ നാട്ടുകാരും ഉള്ളത്. ഈ ആത്മാവിന് വേണ്ടി ഞങ്ങൾ അങ്ങയോടായി പ്രാർത്ഥിക്കുന്ന ദുഷ്ടന്മാരായിരിക്കുന്ന അദൃശ്യ സംഘത്തിൽ നിന്നും ഇവനെ സംരക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ സംഘത്തിൽ ഇവനെ കൂട്ടിച്ചേർക്കുമാറാകണമേ. എന്നേക്കും നിനക്ക് സ്തുതി സ്ഥാപനമാടുവാൻ ഇവനെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മനുഷ്യർക്ക് വിലപിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. കൈത്താങ്ങാകേണ്ട വാർദ്ധക്യ സമയത്ത് ആ കുടുംബം പോറ്റേണ്ട കർത്തവ്യമുള്ള ഒരു മകനാണ് നഷ്ടമായിരിക്കുന്നത്. ആ മകൻ്റെ വേർപാട് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. ചുട്ടുകൊള്ളുന്ന വേദനയോടുകൂടിയാണ് നാട്ടുകാരും ഇന്നലത്തെ സംഭവത്തെയൊക്കെ തന്നെ സാക്ഷ്യം വഹിച്ചതും. അവരൊക്കെയാണ് ഇപ്പോൾ മൃതദേഹം വഹിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലേക്ക് എത്തുമ്പോഴും അമ്മയും സഹോദരിയും ബന്ധുക്കളും ഒക്കെ തന്നെ വിലപിക്കുകയാണ്. പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം 3 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കുടുംബത്തെ സംബന്ധിച്ചോളം ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ട, കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ ചുമലിലേറ്റി മുന്നോട്ട് പോയ മകനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സഹോദരനെ നഷ്ടപ്പെട്ടു. നാട്ടുകാർക്ക് നല്ലൊരു മനുഷ്യനെ, നല്ലൊരു യുവാവിനെയും ആ നാടിന് നഷ്ടമായിരിക്കുന്നു. കുടുംബത്തെ എത്ര പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിച്ചാലും ആ വേർപാട് നികത്താൻ കഴിയുന്നതല്ല. അങ്ങനെ നാട്ടുകാർ കാലങ്ങളായി അവർക്ക് മുന്നിലുള്ള വലിയൊരു പ്രതിസന്ധി, വന്യജീവികളുടെ ആക്രമണം, അത് നിരന്തരമായി തുടരുന്ന സാഹചര്യത്തിൽ പലപ്പോഴായി അധികാരികളോട് അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അതൊന്നും അവർ ചെവിക്കൊണ്ടില്ല. പലപ്പോഴായി ദുരന്തങ്ങൾ പല രൂപത്തിൽ ഈ നാട്ടിലേക്ക് എത്തിയിട്ടും അതിനൊക്കെ ഈ ഭരണകൂടം ചെവി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ചെയ്യാവുന്ന കാര്യങ്ങൾ, നിസ്സാരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും ചെയ്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് അവിടെ പ്രതിഷേധങ്ങൾ അലയടിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉയരുന്നുണ്ട്. ജനപ്രതിനിധികളുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ സംസ്കാരം നടക്കും. ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ മതപുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. രാഗിനാണ് ചേരുന്നത്. രാഗിൻ, അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾക്കിടെയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. നാടിനെ സംബന്ധിച്ചോളം നേരത്തെ വിവരിച്ചതുപോലെ തന്നെ പറഞ്ഞാൽ തീരാത്ത നഷ്ടമാണ്, അല്ലേ രാഗിൻ? തീർച്ചയായും. കാരണം നെഞ്ചുപിടയുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കണാച്ചേരിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. കാരണം അത്രത്തോളം ദുഃഖം ഏവരെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഇന്നലെ വരെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു, ഇവർക്കൊപ്പം ജീവിച്ച ഈ നാട്ടിലെ നാട്ടുംപുറത്തുകാരനായിട്ടുള്ള എൽദോസ്, ആ എൽദോസിന്റെ ചേതനയറ്റ ശരീരമാണ് ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതും ഉണ്ടായിരിക്കുന്നത് ഒരു കാട്ടാന ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണ്. കാട്ടാന ആക്രമണം സ്ഥിരമായി തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെ ആനയുടെ സാന്നിധ്യമുണ്ട്. അതിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തണമെന്ന് ഒട്ടനവധി തവണ പരാതിയായി നിവേദനവുമായും ഒക്കെ അധികാരികൾക്ക് മുന്നിൽ ഇവർ എത്തിച്ചതുമാണ്. അതിൽ ഒന്നും നടക്കാത്തതിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏകദേശം ഒരു 1:45 കൂടിയാണ് എൽദോസിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ കണ്ടുനിന്നവരൊക്കെ തന്നെ കണ്ണീര് കാഴ്ചയാണ് കണ്ടത്. കാരണം അത്രത്തോളം പ്രായമായിട്ടുള്ള അച്ഛനുണ്ട്, പ്രായമായിട്ടുള്ള അമ്മയുണ്ട്. അവർക്കൊക്കെ തന്നെ ഏക അത്താണിയായിരുന്നു, ഏക ആശ്രയമായിരുന്നു ഈ എൽദോസ് വിവാഹം കഴിച്ചിട്ടുള്ള എൽദോസ് അവർക്കൊക്കെ തന്നെ ഒരു ആശ്രയമായി നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. ഇനി അവർക്ക് ആരുണ്ട് എന്നതാണ് അവർക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തന്നെ വേദന നിറഞ്ഞ അവസ്ഥയിലാണ് കാര്യങ്ങൾ. കാരണം അതിൽ ഒട്ടനവധി കാര്യമുണ്ട്. ഒന്ന് ആശങ്കയുടെ രേഖയുണ്ട്. കാരണം ഇന്ന് എൽദോസ് ആണെങ്കിൽ നാളെ ഞങ്ങളിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കാമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം ഈ കാട്ടാനയുടെ ഭീതി നിലനിൽക്കുന്ന ഒരു പ്രദേശവും കൂടിയാണ് ഈ മേഖല. ഇതോടൊപ്പം തന്നെ ആണ് ഈ ഏവരെയും ദുഃഖത്തിലാക്കുന്ന അവസ്ഥ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങൾക്കൊപ്പം ജീവിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി, ഇന്നലെ വരെ ചിരിച്ച് കളിച്ച് രസിച്ച് നിന്ന ഒരാൾ, ആ ആൾ ഇന്ന് ഉള്ള അവസ്ഥ നോക്കുക. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കാട്ടാന ഭീതിയിലാണ് ഞങ്ങൾ, അതുകൊണ്ട് തന്നെ ഇതിൽ നടപടികൾ വേണമെന്ന് പലതവണ പറഞ്ഞു. പക്ഷെ അതൊന്നും ചെവിക്കൊണ്ടില്ല. അതിന്റെ അങ്ങനെ ചെവിക്കൊള്ളാത്തതിന്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെടുന്ന അങ്ങേലേക്ക് കാര്യങ്ങൾ
എത്തിച്ചത്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജീവൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം ആ അമ്മയ്ക്കും അച്ഛനും എൽദോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എൽദോസ് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കടന്ന് താണ്ടി ടൗണിലെത്തി ജോലി ചെയ്യുക എന്നത് തന്നെ ആ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം ഈ ഒരു സന്നിഗ്ധമായിട്ടുള്ള പാത കടന്ന് വേണം ടൗണിലേക്ക് എത്താൻ. അങ്ങനെ എത്തി തിരിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടേക്ക് നടന്നു പോവുക എന്ന് പറയുന്നത് തന്റെ വീട്ടിലെത്തി അച്ഛനെയും അമ്മയും നൽകിക്കൊണ്ടിരിക്കുന്നത്. എൽദോസിന്റെ മൃതദേഹം കണ്ട് നെഞ്ചുപൊട്ടി വിലപിക്കുകയാണ് അച്ഛനും അമ്മയും സഹോദരിയും.